നമസ്കാരം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി സിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, 1897 ജനുവരി 23 കട്ടക്കിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. കട്ടക്കിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ജാനകിനാഥ് ബോസിൻ്റെയും പ്രഭാവതിയുടെയും പുത്രനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നും ശരത് ചന്ദ്രബോസ് എന്ന ഒരു ബ്രദർ കൂടി ഉണ്ടായിരുന്നു. ഇതുകൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് എമിലി ശങ്കൽ എന്നാണ്. എമിലി ശങ്കലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതുന്ന സമയത്താണ് ഇദ്ദേഹം പരിചയപ്പെടുന്നത്. പിന്നീടാണ് കല്യാണം കഴിക്കുന്നത്. ഇവർക്ക് അനിത ബോസ് എന്ന ഒരു മകൾ കൂടി ഉണ്ട്. അനിത ബോസ്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ മകളാണ് അനിത ബോസ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ജനുവരി 23 ദേശ് പ്രേം ദിവസ് എന്നും പരാക്രം ദിവസ് എന്നുമാണ് ആചരിക്കുന്നത്. 2021 മുതലാണ് പരാക്രം ദിവസമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. പിന്നീട് സമഗ്ര ശിക്ഷാ അഭിയാൻ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. ഇതിനകത്ത് വരുന്ന എല്ലാ സ്കൂളുകളുടെയും പേര് സുഭാഷ് ചന്ദ്രബോസ് സ്കൂൾ എന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. ഇത്രയാണ് പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ കണ്ടത്. ഇനി ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റിങ്ങിനോടുള്ള ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റിലോട്ട് നമുക്ക് കിടക്കാം. 1920 ICSE ഇദ്ദേഹം പാസ്സാവും. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം ഇദ്ദേഹം പാസ്സാവും. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എഴുതണമെങ്കിൽ നമുക്ക് ലണ്ടനിൽ പോയൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇതിനുവേണ്ടി ടാറ്റയുടെ ഫൗണ്ടേഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയാണ് ഇവരൊക്കെ പഠിക്കുന്നത്. കാരണം ഇന്ത്യക്കാർ വളരെ കുറവായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസിൽ. ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? സത്യേന്ദ്രനാഥ് ബോസാണ്. സത്യേന്ദ്രനാഥ് ബോസാണ് സത്യേന്ദ്രനാഥ് ടാഗോറാണ് ആദ്യത്തെ ഇന്ത്യക്കാരൻ, സിവിൽ സർവീസ് പാസ്സാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇതേ 1920 നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് റൗളറ്റ് ആക്ടിനൊക്കെ ശേഷം ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റൊക്കെ ആഹ്വാനം ചെയ്ത് നടക്കുന്ന സമയമായിരുന്നു. ഇദ്ദേഹം 1921 രാജിവെച്ചു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് രാജിവെച്ച് ഫ്രീഡം ഫൈറ്റിങ്ങിലോട്ട് ഇദ്ദേഹം വരികയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നത്. 20 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നു. എന്നിട്ട് ചൗരി ചൗര 1922 ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുമല്ലോ. ആ പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് ഇദ്ദേഹം വിശേഷിപ്പിച്ചു. ദേശീയ ദുരന്തം, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഗുരു ആരാണ്? CR ദാസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഗുരു. CR ദാസ് അറിയാമല്ലോ, ചിത്തരഞ്ജൻ ദാസ്. ഇതേ സമയത്ത് വേറൊരു കാര്യം ചെയ്യും. എന്താണ്? 1923 ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി പിൻവലിച്ചതിന് ശേഷം സ്വരാജ് പാർട്ടി തുടങ്ങും. സ്വരാജ് പാർട്ടി തുടങ്ങുന്നത് CR ദാസാണ്. CR ദാസാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഗുരു. ദേശബന്ധു എന്നറിയപ്പെട്ടത് CR ദാസാണ്. ദേശ് നായക് എന്നറിയപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസാണ്. വിശേഷിപ്പിച്ചത് ടാഗോറാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. പിന്നീട് 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി തുടങ്ങുന്നത്. ദണ്ഡി യാത്രയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി നടത്തിയ ദണ്ഡി യാത്രയെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. നെപ്പോളിയൻ്റെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള യാത്ര എന്ന് ദണ്ഡി മാർച്ചിനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ചൗരി ചൗരയ്ക്ക് ശേഷം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നിർത്തിവെച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതും സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്.
മാറിപ്പോവരുത് നിയമലംഘന പ്രസ്ഥാനം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം, 1930 നിയമലംഘന പ്രസ്ഥാനം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് ചൗരി ചൗരിക്ക് ശേഷം നിർത്തിവെക്കുന്നത്. അതിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. ഇത് നിർത്തിവെക്കുമ്പോഴാണ് CR ദാസ് സ്വരാജ് പാർട്ടി തുടങ്ങുന്നത് 23-ൽ. ഓക്കെ, ഇദ്ദേഹം കോൺഗ്രസ്സിൽ ആക്റ്റീവ് ആയതിനു ശേഷം ബംഗാളിൻ്റെ കോൺഗ്രസ് പ്രസിഡന്റും ദേശീയ സെക്രട്ടറിയുമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകുന്നത് 1938 ഹരിപുര സമ്മേളനത്തിൽ വെച്ചാണ്. ഹരിപുര ഗുജറാത്തിലാണ്. ആദ്യമായി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്നത് 1938 ഹരിപുര സമ്മേളനത്തിൽ വെച്ചാണ്. ഹരിപുര ഗുജറാത്തിലാണ്. ആദ്യമായിട്ട് കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 1939 ത്രിപുരി മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ 1938 സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത്. പിന്നീട് രണ്ടാമത് 1939 അദ്ദേഹം പിന്നീട് കോൺഗ്രസ് പ്രസിഡന്റായി. അപ്പോഴാണ് കോൺഗ്രസിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് വെച്ചത്. 1939 ആദ്യമായി കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാരണം 1939 ഗാന്ധിജിക്ക് മറ്റൊരു നോമിനി ഉണ്ടായിരുന്നു. ഗാന്ധിജിക്ക് പട്ടാഭി സീതാരാമയ്യ, നമ്മൾ പിന്നീട് പഠിക്കും അദ്ദേഹത്തിനെ കുറിച്ച്, കോൺഗ്രസിൻ്റെ ചരിത്രകാരൻ എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, പട്ടാഭി സീതാരാമയ്യ അദ്ദേഹത്തിനെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കണമെന്നുണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസും ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അവിടെ സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു. എന്നിട്ട് കോൺഗ്രസ് പ്രസിഡന്റായി. പക്ഷേ മറ്റ് കാരണങ്ങളാൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു സുഭാഷ് ചന്ദ്രബോസ്. പിന്നീട് രാജേന്ദ്ര പ്രസാദിനെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കും. ആ വർഷം രാജേന്ദ്ര പ്രസാദിലെ നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ബീഹാർ ഗാന്ധി, രാജേന്ദ്ര പ്രസാദിനെ 1939 കോൺഗ്രസ് പ്രസിഡന്റ് ആക്കും. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം പോയിട്ട് 1939 തന്നെ ഒരു പാർട്ടി തുടങ്ങും. ഫോർവേഡ് ബ്ലോക്ക് എന്ന ഒരു പാർട്ടി തുടങ്ങും. ഓക്കെ, ഈ പാർട്ടി തുടങ്ങുന്ന സമയത്താണ്, ഇതൊരു സീരീസിൽ കണ്ട ഒരു രോമാഞ്ചം കൊള്ളുന്ന ഒരു സീനാണ്. ഈ പാർട്ടി തുടങ്ങുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് ഒരു സ്പീച്ച് നടത്തുകയും, ഒരു സ്പീച്ചിന് ശേഷം നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറയുകയും, എല്ലാവരും കൈ ചെറുതായിട്ടൊന്ന് മുറിച്ച് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഇത് വെച്ചാണ് ഒപ്പിടുന്നത്. ഇങ്ങനെ ഒരു സീന് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ഒരു സീരീസിൽ കണ്ടതാണ്. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർമ്മയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. 1939 ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങുന്നത്. ഇദ്ദേഹത്തിനെ ഒരുപാട് തവണ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ രൂപീകരണത്തിന് ശേഷം വീട്ടുതടങ്കലിൽ ഇദ്ദേഹത്തിനെ വെക്കുകയുണ്ടായി. അങ്ങനെ വീട്ടുതടങ്കലിൽ നിന്നും 1941 മൗലവി സിയാവുദ്ദീൻ എന്ന പേരിൽ പേഷ്വാർ വഴി ഇദ്ദേഹം റഷ്യയിലേക്ക് എസ്കേപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടുതടങ്കലിൽ നിന്നും 1941 മൗലവി സിയാവുദ്ദീൻ എന്ന പേരിൽ പേഷ്വാർ വഴി റഷ്യയിലേക്ക് എസ്കേപ്പായി. എന്നിട്ട് റഷ്യയിൽ സ്റ്റാലിനെ കണ്ടുമുട്ടി ഇന്ത്യയെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ സഹായം ചോദിക്കുകയും സ്റ്റാലിൻ സമ്മതിക്കില്ല. അതിനുശേഷം ജർമ്മനിയിൽ പോയിട്ട് ഹിറ്റ്ലറെ കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒളിവിൽ കഴിയുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് ഉപയോഗിച്ച മറ്റൊരു പേര് കൂടെയുണ്ട്. ഒർലാൻഡോ മസാട്ട എന്ന മറ്റൊരു പേരുകൂടെ ഇദ്ദേഹം ഒളിവിൽ കഴിയുന്ന സമയത്ത് ഉപയോഗിക്കുകയുണ്ടായി. ഈ ഒർലാൻഡോ മസോട്ടോ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് ഓടി നടന്ന് ജർമ്മനിയിലും ജപ്പാനിലുമൊക്കെ ഓടി നടന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കുക തന്നെ ഉണ്ടായി. INA, ഇന്ത്യൻ നാഷണൽ ആർമി, ആസാദ് ഹിന്ദ് ഫൗജ്, അതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. INAയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? INAയുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് 1942 ക്യാപ്റ്റൻ മോഹൻ സിംഗും രാഷ് ബിഹാരി ബോസ് ഇവർ രണ്ടുപേരും കൂടിയാണ് രൂപീകരിക്കുന്നത് 1942. ഇതേ വർഷം തന്നെ സുഭാഷ് ചന്ദ്രബോസിന് ഇതിൻ്റെ ലീഡർഷിപ്പ് കൈമാറുകയും അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ ആർമി ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിക്കും. ആസാദ് ഹിന്ദ് ഫൗജ്, ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യക്കാരായിട്ട് ഒരുപാട് സോൾജേഴ്സ്
ബ്രിട്ടീഷ് ആർമിയിലുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് സെക്കൻഡ് വേൾഡ് വാർ ഫൈറ്റ് ചെയ്യാൻ പോയവർ, ഇവരെയൊക്കെ ജപ്പാനും ജർമ്മനിയെയും പ്രിസണേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പിടിച്ചു വെച്ചവരുണ്ടായിരുന്നു. അവരെയൊക്കെ സുഭാഷ് ചന്ദ്രബോസിന് വിട്ടു നൽകി. ഇവരെല്ലാം വെച്ചുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ബ്രിഗേഡുകൾ ഏതൊക്കെയാണ്? ഗാന്ധി ബ്രിഗേഡ്, നെഹ്റു ബ്രിഗേഡ്, സുഭാഷ് ബ്രിഗേഡ്, ആസാദ് ബ്രിഗേഡ്. പിന്നെ ഇങ്ങനെ കുറേ ബ്രിഗേഡുകൾ വെച്ച് ഇന്ത്യയെ ആക്രമിക്കണം, ഇന്ത്യയെ ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തണം എന്നതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്ലാന്. അതുപോലെ തന്നെ ഈ INAക്കകത്ത് ഒരു ഫീമെയിൽ ഓൺലി, വനിതകൾക്ക് ആയി മാത്രം ഒരു റെജിമെൻ്റ് ഉണ്ടായിരുന്നു, ഝാൻസി റാണി റെജിമെൻറ്റ്. വനിതകൾക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന INA ആർമിയുടെ ഒരു ഭാഗമാണ് ഝാൻസി റാണി റെജിമെൻറ്റ്. ഇതിൻ്റെ തലപ്പത്തിരുന്ന വ്യക്തി ഒരു മലയാളിയാണ്, പൊന്നാനിയിൽ ജനിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളാണ് ഇതിൻ്റെ തലപ്പത്തിരുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ മലയാളിയാണ്, പൊന്നാനിയിൽ ജനിച്ച വ്യക്തിയാണ്. INA ട്രയൽസിനും യുദ്ധത്തിനുമൊക്കെ ശേഷം ഡോക്ടർ ലക്ഷ്മി സ്വാമിനാഥൻ എന്നും കൂടെ അറിയപ്പെടും. ഡോക്ടർ ലക്ഷ്മി സ്വാമിനാഥൻ എന്നൊക്കെ കുറേ അറിയപ്പെടും. 45 INA ട്രയൽസ്, റെഡ് ഫോർട്ടിൽ നടക്കുന്ന INA ട്രയൽസിനൊക്കെ ശേഷം പൊളിറ്റിക്സിൽ എൻ്റർ ആവുകയും പിന്നീട് 2002 വരെ രാജ്യസഭ MP ആയും സാമൂഹിക സേവയൊക്കെ നടത്തുകയുണ്ടായിരുന്നു. പിന്നീട് 2002 അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് 2002 മത്സരിക്കുകയും ചെയ്തു. പക്ഷേ പരാജയമായിരുന്നു. അബ്ദുൽ കലാം ആയിരുന്നു പിന്നെ പ്രസിഡന്റ് ആയത്. ഇതാണ് ബ്രിഗേഡുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്: ഗാന്ധി ബ്രിഗേഡ്, നെഹ്റു ബ്രിഗേഡ്, സുഭാഷ് ബ്രിഗേഡ്, ആസാദ് ബ്രിഗേഡ്, പിന്നെ വനിതകൾക്ക് വേണ്ടിയുള്ള ഝാൻസി റാണി റെജിമെൻറ്റ്. ഈ സോൾജേഴ്സൊക്കെ ആയിട്ട് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയെ തുരത്താൻ വേണ്ടി വരികയുണ്ടായിരുന്നു. നമ്മുടെ നോർത്ത് ഈസ്റ്റ് വരെയൊക്കെ എത്തി. നോർത്ത് ഈസ്റ്റ് വരെ എത്തി. പിന്നീട് ബ്രിട്ടീഷ് ആർമി അവരെ തോൽപ്പിക്കുകയും സുഭാഷ് ചന്ദ്രബോസ് അവിടെ നിന്ന് രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. 1943 സിംഗപ്പൂർ ആസ്ഥാനമാക്കി ആസാദ് ഹിന്ദ് ഗവൺമെൻറ് രൂപീകരിച്ചു. സിംഗപ്പൂർ ആസ്ഥാനമാക്കി ആസാദ് ഹിന്ദ് ഗവൺമെൻറ് രൂപീകരിച്ചു. പിന്നീട് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ടാജോ സുഭാഷ് ചന്ദ്രബോസിന് വിട്ടു നൽകി. അങ്ങനെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനെ സുഭാഷ് ചന്ദ്രബോസ് ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ്സ് എന്നൊക്കെ വിശേഷിപ്പിച്ചു. ഈ ആസാദ് ഹിന്ദ് ഗവൺമെൻറ് തുടങ്ങിയത് സിംഗപ്പൂർ ആസ്ഥാനമാക്കിയാണ്. ഇതിനെ അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജപ്പാനിൽ സഹായം തേടിയായിരുന്നു, ജർമ്മനിയിൽ സഹായം നേടിയായിരുന്നു, അതേപോലെ ഇറ്റലിയും കൂടെ അംഗീകരിച്ചു ആസാദ് ഹിന്ദ് ഗവൺമെൻറ്. ഒരുപക്ഷെ ബ്രിട്ടീഷ് ആർമീനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ് തന്നെയായിരിക്കും പിന്നീട് ഇന്ത്യയിൽ വന്നിരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരുവിധം പോയിന്റ്സ് എല്ലാമായി. ഇനി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുന്നേ പ്രധാനമായൊരു കാര്യം നോക്കാനുണ്ട്. 1945 തായ്വാൻ്റെ തലസ്ഥാനമായ തായ്പേയിൽ വെച്ച് ഒരു വിമാന അപകടത്തിൽ മരിച്ചതായാണ് കരുതപ്പെടുന്നത്. 1945 തായ്വാൻ്റെ തലസ്ഥാനമായ തായ്പേയിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഒരു വിമാന അപകടത്തിൽ പെട്ട് മരിച്ചതായാണ് കരുതപ്പെടുന്നത്. പക്ഷേ അതിനൊരു പ്രൂഫും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്, നമുക്ക് അങ്ങോട്ട് പോകണ്ട. അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ള ക്ഷേത്രമാണ് ജപ്പാനിലെ റങ്കോജി ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. കറക്റ്റായിട്ടൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനുകളുണ്ട്. മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, കോസ്ല കമ്മീഷൻ. മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ,
കോസ്ല കമ്മീഷൻ, ഇങ്ങനെ 3 കമ്മീഷനുകൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. USSRൻ്റെ ജോസഫ് സ്റ്റാലിന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തിന് അല്ലെങ്കിൽ ഡിസപ്പിയറൻസിന് ഒരു പങ്കുണ്ട് എന്നൊക്കെ പറയുന്ന ഓരോ കോൺട്രവേഴ്സ്യൽ തിയറീസ് ഉണ്ട്. അതായത് ജർമ്മനിയുമായിട്ട് സുഭാഷ് ചന്ദ്രബോസിന് അലയൻസ് ഉണ്ടായിരുന്നല്ലോ, USSRും ജർമ്മനിയും ഓപ്പോസിറ്റ് ആയിരുന്നല്ലോ, അങ്ങനെ പറയുന്ന തിയറീസ് ഉണ്ട്. പിന്നീട് നമ്മുടെ 1966 തക്ഷൻ കരാർ സമയത്ത് സുഭാഷ് ചന്ദ്രബോസിനെ അവിടെ കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഗുജറാത്തിലെ ഏതോ സ്വാമിജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റികളും റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അനുജ് ദർ എന്ന ഒരു പ്രശസ്ത എഴുത്തുകാരൻ്റെ പുസ്തകങ്ങളുണ്ട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച്. ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് കവറപ്പ് എന്നൊരു പുസ്തകമുണ്ട്. പിന്നീട് 1-2 പുസ്തകങ്ങൾ കൂടെ ഉണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഡിസപ്പിയറൻസിനെ കുറിച്ച്. അനുജ് ദർ ആണ് ആ പുസ്തകം എഴുതിയത്. ഓക്കെ, ഇനി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. അതേപോലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മറ്റ് വിശേഷണങ്ങൾ കൂടെ നമുക്ക് നോക്കാനുണ്ട്. ജയ് ഹിന്ദ്, ദില്ലി ചലോ എന്നീ വാചകങ്ങളെല്ലാം സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ഓക്കെ, ജയ് ഹിന്ദ്, ദില്ലി ചലോ എല്ലാം സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇതെല്ലാം സുഭാഷ് ചന്ദ്രബോസിൻ്റെ തന്നെയാണ്. പിന്നീട് രാജസ്നേഹികളുടെ രാജകുമാരൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. എന്നാൽ ആരാണ് വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസാണ് രാജസ്നേഹികളുടെ രാജകുമാരൻ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. എന്നാൽ മഹാത്മാഗാന്ധിയെ സുഭാഷ് ചന്ദ്രബോസ് എന്ത് വിശേഷിപ്പിച്ചു? ആദ്യമായിട്ട് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ബോസാണ്, സുഭാഷ് ചന്ദ്രബോസാണ് ആദ്യമായിട്ട് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ദേശ് നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശ് നായകൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇതിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്, രബീന്ദ്രനാഥ് ടാഗോറാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ ദേശ് നായക് എന്ന് വിശേഷിപ്പിച്ചത്. ദേശബന്ധു എല്ലാവർക്കും അറിയാം, CR ദാസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഗുരു കൂടിയാണ് CR ദാസ്. ദി ഇന്ത്യൻ സ്ട്രഗിൾ, ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്, ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ, ആൻ ഇന്ത്യൻ പിൽഗ്രിം, ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് കവറപ്പ്. ഇതിത്രയുമാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പുസ്തകങ്ങൾ. ഇതിൽ ഇന്ത്യൻ പിൽഗ്രിം അൺഫിനിഷ്ഡ് ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, അൺഫിനിഷ്ഡ് ഓട്ടോബയോഗ്രഫി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പിൽഗ്രിമാണ്. ഓക്കെ, എഴുതി പൂർത്തിയാക്കിയിട്ടില്ല ഇന്ത്യൻ പിൽഗ്രിം. ഈ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയപ്പോഴാണ് എമിലി ശങ്കലിനെ ഇദ്ദേഹം കണ്ടുമുട്ടുന്നത്. ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് കവറപ്പ് അനുജ് ദറിൻ്റെ പുസ്തകമാണ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ആ കോൺട്രവേഴ്സീസ് ഒക്കെ ഉള്ള, അതായത് എന്ത് പറ്റി, ആക്ച്വലി എന്താണ് പറ്റിയത്, സുഭാഷ് ചന്ദ്രബോസിന് എന്താണ് പറ്റിയത്, അതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ബുക്കാണ്. ഓക്കെ, ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് കവറപ്പ് എന്ന അനുജ് ദറിൻ്റെ പുസ്തകം. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ഒരുവിധ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം നമുക്കായി. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.